ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ റാസൽ കൈമയിൽ ടെൻ്റ് അടിക്കുക എന്നുള്ളൊരു പ്ലാനുമായിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആദ്യം സൂപ്പർ മാർക്കറ്റിൽ വന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെൻ്റ് എടുത്ത് ഫസ്റ്റ് തന്നെ കാട്ടിൽ വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വിൻ്റർ ക്ലോത്തിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പോട് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതെല്ലാം ഇങ്ങനെ നോക്കി നടന്ന് എനിക്ക് ആവശ്യമുള്ളൊരു വിൻ്റർ ക്യാപ്പും വാങ്ങിച്ച് നേരെ ബ്രെഡിൻ്റെ സെക്ഷനിലേക്ക് പോകാൻ നിൽക്കുന്ന നേരത്ത് താനും ആ ടോയ്സിൻ്റെ സെക്ഷൻ കണ്ടുപിടിച്ച്. അത് കണ്ടാൽ പിന്നെ ഓനൊരു കാർ എടുക്കാണ്ട് എന്തായാലും അവിടെ നിന്ന് വരില്ല. അങ്ങനെ ലാസ്റ്റ് 2 കാറും എടുത്ത് ഹാപ്പി ആയിട്ട് ഓൻ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബ്രെഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. കുബൂസും ബ്രെഡെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള 2-3 പാക്കറ്റ് കുബൂസ് അവിടെ നിന്ന് എടുത്ത് അതിന് ശേഷം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഹുമ്മൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോകാമെന്ന്. ഇനി റൂമിലെത്തിയിട്ട് വേണം പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൂമിലെത്തി നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ റാസൽ ഖൈമയിലേക്ക് വിട്ട്. പോകുന്ന വഴിക്കുള്ള സീനറി എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. നല്ല കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ടായിരുന്നു ആ മലയും കുന്നെല്ലാം. അങ്ങനെ നമ്മൾ ആദ്യം പോയത് വാദി ഷൗക്കയിലേക്കാണ്. നമ്മൾ 3-4 തവണ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവരാദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണത്. വിൻ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ക്യാമ്പിങ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ഈ മലേൻ്റെ മേലേക്കെല്ലാം ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ എല്ലാം അവിടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ അവിടെ തിരക്കിട്ട് ഗ്രില്ല് ചെയ്യുകയാണ്. അതൊരു ഗ്രില്ല് ചെയ്യേണ്ട സെക്ഷൻ മാത്രമാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാനുള്ള മറ്റേ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മളെ സ്പോട്ടിലെത്തി. ഇവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ ടെൻറ്റിൽ നല്ല നീറ്റായിട്ട് വിരിച്ചിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്ത് വെച്ച്. അല്ലെങ്കിൽ താനും ആ മണ്ണെല്ലാം മാറി അതിൻ്റെ അകത്തേക്ക് ഇടും. താനൊക്കെ ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. ബീച്ചിൽ വെള്ളത്തിലേക്ക് പോകണോ അതോ മണ്ണ് വാരി കളിക്കണോ? ഓനാകെ ത്രില്ലടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറത്തെല്ലാം കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ അവൻ്റെ കൈ പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ടേക്ക് ഓടി നടന്നു. ഇല്ലെങ്കിൽ ഓൻ ഒറ്റയ്ക്ക് തന്നെ വെള്ളത്തിലേക്ക് പോകും. ഓനക്കാണെങ്കിൽ ഒരു പേടിയുമില്ല. അപ്പോഴത്തേക്ക് നമ്മളെ കനലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല പച്ച മസാല തേച്ച് പിടിപ്പിച്ച് നല്ല ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു ഫസ്റ്റ് സെറ്റ്. പിന്നെ നമ്മൾ സെക്കൻഡ് സെറ്റും വെച്ച്. അങ്ങനെ 2 സെറ്റായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ. നല്ല ഒരു മസാലയായിരുന്നു. നമ്മൾ ഫ്രണ്ടിൻ്റെ വൈഫ് അത് മാരിനേറ്റ് ചെയ്ത് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ആയ ചിക്കൻ കുറച്ച് ഫോയിൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് 2ാമത്തെ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ. ഞാൻ താനുവിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൻ അതെല്ലാം ഒറ്റയടിക്ക് താഴെ തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ടിക്ക വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്പൈസി ആയിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് മസാല പിടിപ്പിച്ചിട്ടില്ല നല്ല ടിക്ക. അങ്ങനെ അതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് അതും അതിൻ്റെ കൂടെ ചുട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് അവരൊക്കെ പറഞ്ഞു. ഞാൻ തിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ടിക്കയും സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കാണ് നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല കടലിൻ്റെ സൈഡായതുകൊണ്ട് നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആ കല്ല് മേലെ വെച്ചിട്ടെടുത്ത ഫോട്ടോ. അങ്ങനെ ആയ ചിക്കനൊക്കെ നമ്മൾ ഫോയിൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെച്ചു ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സുപ്രയൊക്കെ വിരിച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി. അതിൻ്റെ ഇടയിൽ പോയിട്ട് പെപ്സിയും മറ്റ് മയണീസും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിയിട്ട് വന്ന്. അങ്ങനെ ഓരോ പാത്രത്തിലും ആയ ചിക്കനെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ചുറ്റുമിരുന്നു. ഓരോ പ്ലേറ്റിലും കുബൂസും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ച് പിന്നെ താനും ജാബിയും കൂടെ ഊഞ്ഞാലെല്ലാം നാടി. പിന്നെ നമ്മൾ 4:30 വരെ യൂനോ കളിയായിരുന്നു. സമയം പോയതേ അറിയില്ല. കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ നല്ല ത്രില്ലുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിക്ക് നമ്മൾ ടെൻറ്റ് ക്ലോസ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. ഒരു 8 മണിയാകുമ്പോൾ ഞാൻ എണീക്കുകയും ചെയ്തു. എണീക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടായിരിക്കും ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ നേരെ മുന്നിൽ കടൽ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകാശവും കാണാൻ എന്തോ ഒരു രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ പുറത്ത് പോയിരുന്ന് ആ കടലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് നല്ല ഒരു എന്തോ രസമുണ്ടായിരുന്നു. താനും ജാബിയും ഒന്നും എണീച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വൃത്തിക്ക് വീഡിയോ എടുക്കാനും പറ്റി. താനും എണീറ്റാൽ പിന്നെ ഇതിനൊന്നും വിടൂല. ഓനക്ക് പിന്നെ വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള ആ ഒരു ഇത് തുടങ്ങും. അങ്ങനെ അതിന് മുന്നേ ഞാൻ എല്ലാ വീഡിയോ എടുത്തു വെച്ച്. അതിൻ്റെ ഇടയിൽ കുറേ കക്ക ഉണ്ടായിരുന്നതാണ്. ഒരു വെറൈറ്റി കക്ക കിട്ടി. അത് ഞാൻ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാണ് ഫോക്കസ് ആവുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെ ഫൈനലി ഫോക്കസ് ആയിന്ന് തോന്നുന്നു. അങ്ങനെ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇതാ ഫുള്ള് കക്കയാണ് അവിടെ. പല വെറൈറ്റി ഓഫ് കക്ക ഉണ്ട് അവിടെ. അങ്ങനെ അതിൻ്റെ അടുത്തുള്ള ഊഞ്ഞാൽ രാത്രി കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രാവിലെ ഞാൻ ജസ്റ്റ് ഒന്നിരുന്ന് ആടി നല്ല റിലാക്സായി.
പിന്നെ നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ മടക്കി പാക്ക് ചെയ്ത് കാറിൽ വെച്ചു. അപ്പോഴത്തേക്ക് താനും ജാബിയിൽ എണീറ്റ് താനും ഓട്ടം തുടങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ഫ്ലെമിംഗോ ബീച്ചിലേക്കാണ്. അവിടെ പോയിട്ടാണ് നമ്മളെല്ലാവരും ഒന്ന് കുളിച്ച് സെറ്റപ്പായത്. ആടെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. വെള്ളത്തിനെല്ലാം ഇങ്ങനെ ഐസായിരുന്നു, ഇങ്ങനെ അത്ര തണുപ്പുണ്ടായിരുന്നു. താനും നമ്മളധികം വെള്ളത്തിൽ ഇറക്കിയിട്ടൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ച്. ഫുഡ് നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ സർവീസ് അത്ര പോരാ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.